കിൽസ് റേഷ്യോ അല്ലെങ്കിൽ അംശബദ്ധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു ക്വസ്റ്റിന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരട്ടെ. വേണമെങ്കിൽ നോക്കിക്കോ, വേണമെങ്കിൽ അടിപൊളിയായിട്ട് പഠിച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ, ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തോ കേട്ടോ. സോ അതിന്റെ മുന്നേ എനിക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം ചെയ്തു തരണം. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ഒരു സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്യണം. മക്കൾ ചെയ്യോ? നിങ്ങൾ ചെയ്യേണ്ടത് നോക്ക്, നമ്മളുടെ ബൂസ്റ്റർ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിപ്പിച്ചു തരും. ഇതുപോലെ തന്നെ ഷോർട്ട് ആയിട്ട് കംപ്ലീറ്റ് സിലബസ് പഠിപ്പിച്ചു തരും. അപ്പൊ ഈ ഒരു ബാച്ചിന് 1249 റേറ്റ് വരുന്നത്. ഈ ഒരു ബാച്ചിന് 1249 നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫോം ഫില്ല് ചെയ്യണം. ആദ്യം ഫോം ഫില്ല് ചെയ്യുന്ന 2000 കുട്ടികൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ച് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട്, മിസ്സിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് ഫോം ഫില്ല് ചെയ്തിടുക. ആ ഫോം ഫില്ല് ചെയ്തെന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ പൈസ അടയ്ക്കണമെന്നോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എന്താണ് ബൂസ്റ്റർ ബാച്ച് എന്നൊന്നും അറിയെങ്കിലും വേണ്ടേ. അപ്പോൾ മിസ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യണം, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. ഫോമിൽ കുറേ ഒന്നുമില്ല, നിങ്ങളുടെ പേരും ക്ലാസും നമ്പറും അടിച്ചാൽ മതി. എന്നിട്ട് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് താഴെ എന്ത് ചെയ്യണം, ഒന്ന് ഗ്രീൻ ടിക്ക് കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഇത് മിസ്സിനോട് നിങ്ങൾ തരുന്ന ഒരു വാക്കായിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഇതാ നോക്കിയടെ. To make a dosha, we need to take 2 cups of black gram for every 6 cup of rice. For 9 cup of rice, how many cup of black gram shall be taken? അതായത് ദോശ ഉണ്ടാക്കാൻ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് എന്നാണ് കണക്ക്. 9 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഉഴുന്ന് ദോശക്ക് ഈ ഉഴുന്നും അരിയും ഒക്കെ എടുക്കുന്നില്ലേ, അത് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു ബക്കറ്റ് ഉഴുന്നും 2 ബക്കറ്റ് അരിയൊന്നും വാരി ഇട്ടാൽ പോരാ. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോയിൽ ഈ ഒരു അളവുകൾ എടുക്കുന്ന സമയത്തേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് നല്ല രുചിയൂറിയ നല്ല പാലപ്പം പോലെയുള്ള ദോശ കിട്ടുള്ളൂ. പാലപ്പവും ദോശയും വേറെ ആണല്ലേ, എന്തോ ആവട്ടെ. സോ അങ്ങനത്തെ അടിപൊളി ദോശ കിട്ടണമെങ്കിൽ എപ്പോഴും ഒരേ റേഷ്യോയിൽ എടുക്കണം. സോ നമ്മളോട് നോക്കുക, ടു മേക്ക് എ ദോശ വി നീഡ് 2 കപ്പ് ഓഫ് ബ്ലാക്ക് ഗ്രാം ഫോർ എവറി 6 കപ്പ് ഓഫ് റൈസ്. അപ്പൊ നിങ്ങൾ നോക്ക്, റൈസും ബ്ലാക്ക് ഗ്രാമും തമ്മിലുള്ള റേഷ്യോ ആണ് ഞാൻ കാണുന്നത്. റൈസും ബ്ലാക്ക് ഗ്രാമും അല്ലെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അരിയും ഉഴുന്നും തമ്മിലുള്ള റേഷ്യോ നമ്മളോട് പറഞ്ഞു 2 കപ്പ് ബ്ലാക്ക് ഗ്രാമിന് എത്രയാണ്? 6 കപ്പ് അരിയാണ്. അപ്പൊ 6:2. ഇതിനെ ഇനി ചെറുതാക്കി കൂടെ. നമുക്ക് 6നെ ഞാൻ 2 കൊണ്ട് ഹരിച്ചു, 2നെ ഞാൻ 2 കൊണ്ട് ഹരിച്ചു. അതായത് 6/2 3:1. അപ്പോൾ 3:1 അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം കണ്ടെത്തി കഴിഞ്ഞേ. അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം 3:1. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അംശബന്ധത്തിൽ തന്നെ വേണം ഇനിയും നമ്മൾ എന്തെടുക്കാൻ, അരി ഉഴുന്നും എടുക്കുന്ന സമയത്ത് ഈ അംശബന്ധത്തിൽ ഈ എടുക്കാൻ പാടുള്ളൂ. ഇനി നോക്ക്, ഇവര് പറയാം 9 കപ്പ് റൈസ് എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം. അതായത് ഇവർ എന്ത് ചെയ്തു, 9 കപ്പ് റൈസ് എടുത്തു. അങ്ങനെയെങ്കിൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഇതെങ്ങനെയാ ചെയ്യാ? 9 കപ്പ് അരി എടുത്താൽ എത്ര കപ്പാണ് ഉഴുന്നെടുക്കേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതാ നോക്കി, 9 കപ്പ് അരിയെ 9 കപ്പാണ് അരി എടുക്കുന്നത്. 3 എങ്ങനെയാ 9 ആയത്? 3 എങ്ങനെയാ 9 ആയത്? 3നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 9 ആയത്. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, 1നെയും 3 കൊണ്ട് ഗുണിക്കുന്നു. സോ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ എങ്ങനെയാണോ ഇവനായത് അതുപോലെ ഇവിടെയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോ നമ്മളോട് പറയാണ് 3:1 റേഷ്യോ. നമ്മളോട് പറയാണ് 12 കപ്പ് അരി എടുത്താൽ എത്ര ഉഴുന്നെടുക്കണം? 3 എങ്ങനെയാ 12 ആയേ? ഇൻറ്റു 4 ചെയ്തപ്പോൾ. അപ്പൊ ഞാൻ ഇവിടെ ഇൻറ്റു 4 ചെയ്യും. അപ്പൊ 4 കപ്പ് ഉഴുന്നെടുക്കണം. ഇനി നമ്മളോട് പറയാണ് ഒരു 15 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാ? 3 എങ്ങനെയാ 15 ആയേ? ഇൻറ്റു 5 ചെയ്തപ്പോയാ. അതുപോലെ തന്നെ ഈ 1നെ ഇൻറ്റു 5 ചെയ്യും. അതായത് എന്തായിരിക്കും വരിക? 1 ഇൻറ്റു 5 5 ഓക്കെ, സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. To plaster the walls of a house, cement and sand are mixed in the ratio 1:5. 45 sacks of cement were bought. How many sacks of sand are needed? വീട്ടിലെ ചുവര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് എടുത്ത് വാങ്ങി എത്ര ചാക്ക് മണൽ വാങ്ങണം? അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റേഷ്യോ എങ്ങനെയാണെന്ന്. സിമന്റും സാൻഡും തമ്മിലുള്ള റേഷ്യോ എന്താണ്? സിമന്റും സാൻഡും അല്ലെങ്കിൽ സിമന്റും മണലും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 1:5 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് 1:5 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് 45 സാക്ക് സിമന്റ് എടുത്താൽ 45 ചാക്ക് സിമന്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര സാൻഡ് എടുക്കണം?
സിമെന്റും സാൻഡും ഒരേ അംശബന്ധത്തിലാണ് അല്ലെ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എത്ര എടുക്കേണ്ടി വരും? 1 എങ്ങനെ 45 ഇൻറ്റു 45 ചെയ്തപ്പോൾ. അപ്പൊ അങ്ങനെയെങ്കിൽ 5 ഇൻറ്റു 45 ചെയ്ത് നോക്കുക, ഇവിടെ ഉള്ള ആൻസർ കിട്ടും. എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. വളരെ ഈസി അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും 100% ഷുവർ ആണ്. വേണമെങ്കിൽ പഠിച്ചു വെച്ചോ കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടേ, ഒരുപാട് ക്വസ്റ്റ്യൻസും നോട്ട്സും നിങ്ങൾക്ക് വേണ്ടേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിലും ഒക്കെ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇവിടെ വെച്ച് കാണാം, സ്റ്റഡി ഗ്രൂപ്പിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.